ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഷോളിലാണ്. ഇത് പഴയ ഒരു ഷോളാണ്, കളയാൻ വേണ്ടി വെച്ചിരുന്നതാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് മേക്ക് ചെയ്തെടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഈ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ ഞാൻ അത് അങ്ങനെ കണ്ടിട്ടില്ല, ഇതൊരു ഡിഫറൻറ്റ് ഐഡിയ ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. എന്തായാലും 10 മിനിറ്റ് എന്തായാലും വെറുതെ ആവില്ല കേട്ടോ. ഈ ഒരു വീഡിയോ കണ്ടാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ പഴയ കളയാൻ വെച്ച ഷാളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ഇതിൽ നിന്നും കുറച്ച് റൗണ്ട് ഷേപ്പും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പേപ്പറിൽ ഇതേപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ ഒരു ഇത് വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും മൂടിയൊക്കെ ഉണ്ടാവില്ല, അത് വെച്ച് നമുക്ക് റൗണ്ട് ഷേപ്പ് ഇതേപോലെ ഏതെങ്കിലും ഒരു പേപ്പറിൽ കട്ട് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ ഒരു ഷോൾ ഉണ്ടല്ലോ, അത് നല്ല രീതിയിലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു 5-8 ഒക്കെ ആയിട്ട് ഫോൾഡ് ചെയ്യാം. ഇത് കട്ടിയില്ലാത്ത ഷോൾ ആയതുകൊണ്ട് തന്നെ ഞാനൊരു 5-8 മടക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നിട്ട് നമ്മൾ ആ ഒരു റൗണ്ട് ഷേപ്പ് ഇതേപോലെ ഈ ഒരു ഷോളിൽ വെച്ചിട്ട് ഇതേപോലെ പിൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തിനിങ്ങനെ ഒരു പേപ്പർ കട്ട് ചെയ്തെടുത്തു എന്തിനിത് പിൻ ചെയ്ത് കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ, നമുക്ക് ഒരൊറ്റ കട്ടിന് തന്നെ ഈസി ആയിട്ട് ഒരു 5-8 കിട്ടുകയും ചെയ്യും. അത് മാത്രമല്ല നമുക്ക് ഒരേ ഷേപ്പ് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊരു റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ടാണ് ചുറ്റും 4 ഇത് പിൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പ് ഇങ്ങനെ പോകാതെ തന്നെ കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഈ ഒരു രീതിയിൽ നല്ല രീതിയിൽ പിന്നെ ജസ്റ്റ് പിൻ ചെയ്തിട്ട് സെക്യൂർ ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു റൗണ്ട് ഷേപ്പ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു പിന്നും കാര്യങ്ങളൊക്കെ നീക്കുന്ന ടൈമിൽ ഇത് ശരിക്കും നമുക്ക് ഒരു 5-8 പീസ് ഒരുമിച്ച് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ കട്ടി കുറഞ്ഞ തുണിയായതുകൊണ്ടുകൂടി നമുക്ക് ഈസി ആയിട്ട് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി 5-8 മടക്കൊക്കെ. കുറച്ചും കൂടെ കട്ടിയുള്ള തുണിയാണെങ്കിൽ ഇത്രയും മടക്കാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇത്രയും പീസുകളൊക്കെ ഇതിൽ നിന്നും കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കിതിന് ഫ്ലവറിൻ്റെ ഷേപ്പിലേക്ക് ആക്കി മാറ്റണമല്ലോ. അപ്പോൾ അതാ ഞാൻ ഇതെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ ഓരോ തുണിയും, അതായത് ഇത്രയും നേരിയ തുണിയാണിത്. അപ്പോൾ അത് ഓരോ തുണിയും നമ്മൾ എടുക്കുന്നുണ്ട്. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ആ ഒരു ഹാഫ് റൗണ്ട് പോലെ ഇതേപോലെ രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് സൂചിയും നൂലാണ് കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിതിൻ്റെ പെറ്റൽ, അതായത് ഒരു ഫ്ലവറാണ് നമ്മൾ മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ പെറ്റലും റെഡിയാക്കി എടുക്കുന്നത് ഇതേപോലെയാണ്. സൂചിയും നൂലും ഇതേപോലെ ആ ഒരു റൗണ്ട് ഷേപ്പിൻ്റെ താഴെയായിട്ട് നമ്മൾ ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ സൂചി നൂല് ഇങ്ങനെ കുത്തി ഇറക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്നും നമ്മൾ ഇത് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുകയാണ്. ഇതാവുമെന്ന് നമ്മൾ ചെയ്തു. അതിങ്ങനെ നേരെ അതിൻ്റെ അടുത്ത പെറ്റലായിട്ട് നമ്മൾ വീണ്ടും നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ഒരു സർക്കിൾ പകുതിക്ക് വെച്ച് മടക്കിയിട്ട് രണ്ടാക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു ഓപ്പൺ പോലെ വരുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗത്തൂടെ നമ്മൾ ആ ഒരു റൗണ്ട് ഷേപ്പിൻ്റെ അതേ ഷേപ്പിൽ തന്നെ നമ്മൾ ഇതേപോലെ സൂചി നൂല് ഇങ്ങനെ കുത്തിയിറക്കി അതിങ്ങനെ ഓരോ പെറ്റലായിട്ട് നമ്മൾ ഇതിനോട് ഇങ്ങനെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട് വലിയ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഈസിയാണ്. ഇത് വീഡിയോ കാണുന്ന ടൈമിൽ ഉറപ്പായിട്ട് മനസ്സിലാവും. ഞാൻ പറയുന്ന ടൈമിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഉണ്ടാവില്ല ഫോൾഡ് ചെയ്യുന്ന രീതിയൊന്നും, പക്ഷേ വീഡിയോ കാണുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ 3 പെറ്റൽ ചെയ്തെടുത്തിട്ടുണ്ട്. 6 പെറ്റലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഫ്ലവറിന് വേണമെങ്കിൽ 5-6 പെറ്റൽ അങ്ങനെ എടുക്കാം. 6 എടുക്കുന്ന ടൈമിൽ നല്ല രീതിയിലുള്ള പെറ്റൽസ് കിട്ടും. അപ്പോൾ അത് വേണ്ടിയിട്ടാണ്. അപ്പോൾ 4 ഞാൻ ചെയ്ത് വെച്ചു. പിന്നെ ലാസ്റ്റ് ഒരെണ്ണം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ നമ്മൾ 6 പെറ്റലും ഇതിലേക്ക് നമ്മൾ കോത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മുറുക്കിയിട്ട് കെട്ടി കൊടുക്കണം. അപ്പോൾ നല്ല രീതിയിൽ ഇതേപോലെ സെക്യൂർ ചെയ്ത് കെട്ടി കൊടുക്കുകയാണ് നമ്മൾ വേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ കെട്ടിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് അഴിഞ്ഞ് പോരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കെട്ടെന്ന് പറയുന്നത് നല്ല രീതിയിൽ വീണിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ ഈ ഒരു നൂലുണ്ടല്ലോ, അത് ഈ ഒരു ക്ലോത്തിൻ്റെ അതേ കളറിന് എടുക്കുന്നതായിരിക്കും നല്ലത്. എൻ്റെ അടുത്ത് ഏകദേശം ആ ഒരു കളറുള്ളത് ഉണ്ടായിരുന്നു, അങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് എന്തെങ്കിലും എനിക്കും ആ ഒരു സെയിം കളർ തന്നെ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു മെത്തേഡിൽ തന്നെ 3 ഫ്ലവേഴ്സ് ഇതേപോലെ മേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഫ്ലവേഴ്സ് റെഡിയായി. ഇനി ഇതിൻ്റെ മുട്ടുകൾ റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ കട്ട് ചെയ്തതുപോലെ തന്നെ ഇതേപോലെ ഒരു സ്ക്വയർ ഷേപ്പിൽ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ നേരത്തെ ചെയ്തതുപോലെ ആ ഒരു ഷോൾ നല്ല രീതിയിൽ കുറച്ച് മടക്കും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഇതേപോലെ പിൻ ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതേ ഷേപ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ക്വയർ ഷേപ്പ് കട്ട് ചെയ്യുന്ന ടൈമിൽ ഞാൻ അതിൽ ഒറ്റ പിന്ന് മാത്രമേ പിൻ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. കാരണം നമുക്ക് സ്ക്വയർ ഷേപ്പ് നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമല്ലോ. അപ്പം ജസ്റ്റ് ഇങ്ങനെ ആ ഒരു അളവും കാര്യങ്ങളൊക്കെ മാറിപ്പോകുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഷേപ്പിൽ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒറ്റ പിന്ന് മാത്രം യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ കട്ട് ചെയ്തതുപോലെ തന്നെ ഒത്തിരിയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തുണി കട്ട് ചെയ്തത് റൗണ്ട് ഷേപ്പിലായിരുന്നു. അതേസമയം നമ്മൾ ഈ ഒരു മുട്ടിൻ്റെ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്ക്വയർ ഷേപ്പ് ഞാൻ വീഡിയോയിൽ കാണുന്നത് പോലെ കോണായിട്ടൊന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ 2 അറ്റങ്ങളും ഇതേപോലെ നടുവേ വരുന്ന രീതിയിൽ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടിയിൽ നമ്മൾ കെട്ടിട്ടിട്ട് നല്ല രീതിയിൽ ഒന്ന് മുറുക്കി സെക്യൂർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന തുണി ഒരു കരിനീല കളറായതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നത്. അപ്പോൾ ഞാൻ ഒരൊറ്റ പ്രാവശ്യം കൂടെ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു മുട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സ്ക്വയർ ഷേപ്പ് ഇതേപോലെ 2ആയിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു കോൺ ഷേപ്പ് പോലെ കിട്ടും. എന്നിട്ട് അതിൻ്റെ 2 അറ്റങ്ങളും നമ്മൾ ഇതേപോലെ നടുവേ വരുന്ന രീതിയിൽ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് അത് നല്ല രീതിയിൽ അതിൻ്റെ അറ്റം നമ്മൾ ഇതേപോലെ നൂല് ഉപയോഗിച്ച് നല്ല രീതിയിൽ കെട്ടിട്ടിട്ട് മുറുക്കി കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ പെറ്റലുണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ ഞാൻ കുറച്ചധികം പെറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ.
അങ്ങനെ നമ്മുടെ പൂവ് സെറ്റായി മുട്ട സെറ്റായി ഇനി നമുക്ക് സെറ്റാക്കാനുള്ള തണ്ടാണ്. അപ്പോൾ തണ്ടിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും എന്നുള്ളത് കൺഫ്യൂഷൻ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ ഒരു വയറുണ്ടായിരുന്നു, പഴയൊരു വയറാണ്. അപ്പോൾ ഇതൊരു വലിയ ചാർജറിൻ്റെ എങ്ങാനും വയറാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ ഒരു വയർ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് സ്റ്റഡിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ നമ്മുടെ നൂൽക്കമ്പി ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു നൂൽക്കമ്പി ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് അതിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ചൊറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെങ്ങനെ ഇതേപോലെ ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് സ്റ്റഡി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നൂൽക്കമ്പിനേക്കാളും നല്ലത് കെട്ടുകമ്പി ആയിരിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് കെട്ടുകമ്പി ഇല്ലായിരുന്നു, നൂൽക്കമ്പി ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ കെട്ടുകമ്പി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്റ്റഡി ആയിട്ട് നിൽക്കും. അപ്പോൾ ഇതിൻ്റെ മേലെ നമ്മൾ പഴയൊരു ന്യൂസ് പേപ്പർ ഉണ്ടായിരുന്നു, അത് ഇതേപോലെ ചുറ്റി അതൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ മേലെ നമുക്ക് ഗ്രീൻ ടാപ്പ് ഉപയോഗിച്ചിട്ട് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, അതായത് അത് ഒട്ടി നിൽക്കാനുള്ളൊരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൻ്റെ മേലെ ഈ ഒരു ന്യൂസ് പേപ്പർ ചുറ്റി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ അത് ചുറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഗ്രീൻ ടാപ്പാണ് ചുറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഗം ഒഴിച്ചിട്ട് അത് നല്ല രീതിയിൽ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു ഭാഗങ്ങളൊന്നും നമ്മൾ ഗമ്മൊന്നും ഒഴിക്കണ്ട കേട്ടോ. നമുക്ക് ഗ്രീൻ ടാപ്പിൽ തന്നെ ഒരു നല്ല പശ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ജസ്റ്റ് അത് വലിച്ചു കൊടുത്താൽ മാത്രം മതി, നല്ല രീതിയിൽ അത് ഒട്ടി അവിടെ നിന്നോളൂ കേട്ടോ. അപ്പോൾ നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ ഈ ഒരു ഗ്രീൻ ടാപ്പ് എന്ന് പറയുന്ന സംഭവം. അപ്പോൾ അതാ നമ്മളത് മുഴുവനായിട്ട് ഈ ഒരു ഗ്രീൻ ടാപ്പ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രീൻ ടാപ്പിന് പകരം നമ്മളെടുത്ത് പഴയ പച്ച കളറിൽ എന്തെങ്കിലും ക്ലോത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അതേപോലെ തന്നെ എന്തെങ്കിലും പച്ച കളറിലെ കവറൊക്കെ ഉണ്ടാവുമല്ലോ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന, ആ ഒരു കവറൊക്കെ ഉപയോഗിക്കട്ടോ. അപ്പോൾ എന്നാൽ ഗ്രീൻ ടാപ്പ് തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു തണ്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടുണ്ടല്ലോ, അപ്പോൾ മുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മുട്ടിനൊക്കെ നമുക്ക് അടിയിൽ ഇതേപോലെ ഗ്രീൻ ടാപ്പ് വെച്ചിട്ട് ഒന്ന് ചുറ്റി സെക്യൂർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒരു മുട്ടിൻ്റെ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ കുറച്ച് മുട്ടും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല, നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന മുട്ടിൻ്റെ അടിയിലേക്ക് ഇതേപോലെ ഗ്രീൻ ടാപ്പ് ഒന്ന് ചുറ്റിയെടുക്കുക. എന്നിട്ടൊരു മുട്ടിൻ്റെ ഷേപ്പിലാക്കിയെടുക്കുക. അതായത് കാണുമ്പോൾ ഒരു മുട്ടാണെന്നുള്ളൊരു തോന്നണം. അപ്പോൾ ഒരു തണ്ട് പോലത്തെ ഒരു സംഭവം ഉണ്ടാവുമല്ലോ മുട്ടിൻ്റെ, ആ ഒരു സംഭവം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ മുട്ടിലും കാര്യങ്ങളും ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 4 മുട്ടായിരുന്നു ഞാൻ മൊത്തത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതെല്ലാം കാര്യങ്ങളും കൂടെ നമുക്ക് സണ്ടിലൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുൻപായിട്ട് ഞാൻ കുറച്ച് ലീഫ് വേണ്ടിയിട്ട് എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ലീഫ് നമുക്ക് കളർ പേപ്പർ കൊണ്ട് കട്ട് ചെയ്യാനാണ്. പിന്നെയാണ് ഞാൻ നേരത്തെ എന്തോ ഒരു ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിരുന്ന ലീഫായിരുന്നു അത്. അപ്പോൾ തുണി വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ലീഫ് ഉണ്ടാക്കുന്ന വീഡിയോയും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, എപ്പോഴോ ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ ഒരു ലീഫും കൂടി ഇതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ലീഫ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ചെയ്തതുപോലെ തന്നെ നൂലാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലീഫ് അവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മേലെ കൂടെ നമ്മൾ നല്ല രീതിയിൽ നൂലിട്ടിട്ട് കെട്ടി മുറുക്കി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഇതൊരു കുറച്ച് ചെറിയ ടാസ്ക് ആയിരുന്നു. നേരത്തെ ആ ഒരു നൂലിട്ട് കിട്ടുന്ന ഇത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു വലുതായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സെക്യൂർ ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് കുറച്ച് പാടുപെട്ടു. പിന്നെ ഇതൊരു വലിയ വലുതാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നൂലിട്ടിട്ട് കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ല രീതിയിൽ കെട്ടിട്ട് മുറുക്കി കൊടുത്തിട്ട് ആ ഒരു 2 ലീഫും അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കഷ്ടപ്പെടണമെന്നില്ല, ജസ്റ്റ് കളർ പേപ്പർ വെച്ചിട്ട് ലീഫ് ഉണ്ടാക്കി വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഇതിന് നമുക്ക് മുട്ടാണ് സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ വിചാരിച്ചിരുന്നത് ഈ നൂല് കൊണ്ട് ലീഫ് സെറ്റ് ചെയ്തതുപോലെ തന്നെ അത് സെറ്റ് ചെയ്യാനായിരുന്നു. പക്ഷേ പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, റിസ്ക് ആണ്. കാരണം നല്ല രീതിയിൽ ചെറുതായതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പിന്നെ കെട്ട് വീഴാൻ വേണ്ടിയിട്ട് പാടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചിട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗ്ലൂ ഗണ്ണാണ് ഞാൻ പിന്നെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഗ്ലൂ ഗണ്ണ് ഗ്രീൻ ടാപ്പിൽ ഒട്ടാൻ വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നല്ല രീതിയിൽ മെൽറ്റായിട്ട് പോലും അതിലേക്ക് ഒട്ടുന്നുണ്ടായിരുന്നില്ല. എങ്കിലും എങ്ങനെയൊക്കെ ഞാൻ ഒപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എന്തായാലും ഇതിൻ്റെ മേലെ നമ്മൾ വീണ്ടും ഗ്രീൻ ടാപ്പ് ചുറ്റുന്നതുകൊണ്ട് അത് ഇളകി പോരില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ട് അത് എങ്ങനെയൊക്കെ ഒട്ടിച്ച് കൊടുത്തു. അതിനുശേഷം അതിൻ്റെ മേലെ, അതായത് ആ ഒരു നൂലും കാര്യങ്ങളും ഒട്ടിച്ച സംഭവങ്ങളൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഭാഗത്ത് മുഴുവനായിട്ട് നമ്മൾ ഗ്രീൻ ടാപ്പ് വെച്ചിട്ട് ഒന്നും കൂടെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ ആ ഒരു നൂലും കാര്യങ്ങളൊക്കെ കവറായിട്ട് അത് വിസിബിൾ അല്ലാത്ത രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്നും പിന്നെ ഈ ഒരു ഗ്രീൻ ടാപ്പ് ചുറ്റിയതിന് ശേഷം കാണുന്നുണ്ടായിരുന്നില്ല. ഗ്രീൻ ടാപ്പിൻ്റെ ഏറ്റവും വലിയ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ അവസാനം മാത്രമേ നമ്മൾ കുറച്ച് ഗമ്മാക്കി കൊടുക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ അത് ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടിക്കാമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു. പക്ഷേ ഫെവിക്കോൾ തന്നെയാണ് കേട്ടോ ബെസ്റ്റ്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഫ്ലവേഴ്സാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഫ്ലവേഴ്സ് നല്ല രീതിയിൽ അവിടെ ഒട്ടി കിട്ടില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഒട്ടുന്നുണ്ടായിരുന്നില്ല നല്ല രീതിയിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ മേലെ കുറച്ച് പേപ്പേഴ്സും കൂടെ, അതായത് ന്യൂസ് പേപ്പറിൽ നിന്നും കുറച്ച് പീസുകളൊക്കെ ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ ഒരു ഇതിലേക്ക് നമ്മൾ ഓരോ ഫ്ലവേഴ്സായിട്ട് ഒട്ടിച്ച് കൊടുത്തു കേട്ടോ. കാരണം നല്ല രീതിയിൽ ഒട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ന്യൂസ് പേപ്പറിൽ നല്ല രീതിയിൽ ഒട്ടി കിടന്നോളും. അപ്പോൾ അതാ നമ്മളങ്ങനെ 3 ഫ്ലവേഴ്സും കൂടി അതിലേക്ക് ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ആ ഒരു തൊട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ആ ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമ്മളെടുത്തിട്ടുണ്ടായിരുന്ന 3 മുത്തുകളും കൂടെ ആ ഒരു പൂവിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചതുകൊണ്ട് തന്നെ അവിടെ എവിടെയായിട്ട് ഇതേപോലെ വലിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ നീറ്റാക്കി കൊടുത്തു. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഈ ഒരു പഴയ ഷോൾ വെച്ചിട്ടുള്ള ഫ്ലവറിൻ്റെ ഫൈനൽ ലുക്ക്. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന ഞാൻ തന്നെ എപ്പോഴും ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബോട്ടിലാണ്, അതായത് ഒരു ഫ്ലവർ ബേസ് ആയിരുന്നു. അതിലേക്ക് ഞാനിതിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇതിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടും കുറച്ചും കൂടെ നല്ല രീതിയിലൊരു ഭംഗി ഉണ്ടായിരുന്നു. പക്ഷേ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് വീഡിയോയിൽ അത്ര നല്ല രീതിയിൽ കിട്ടുന്നുണ്ടായിരുന്നില്ല ഞാൻ വീഡിയോ എടുക്കാൻ നോക്കുന്ന ടൈമിൽ.
എന്തായാലും കളയാൻ വെച്ചിരുന്ന പഴയ ഷാളോ തുണികളൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സംഭവം എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അടിപൊളിയാണ്, ഒരു വെറൈറ്റി സംഭവമാണ്. ഇങ്ങനത്തെ ഒരു ഫ്ലവർ എന്ന് പറയുന്നത് ഞാൻ വേറെ ഒന്നും ആദ്യം കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും നമ്മുടെ വീഡിയോ അത്രയുള്ളൂ. ഇതുപോലെ എന്തെങ്കിലും മൽക്കുലത്തെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ. എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാണ്ടി മറക്കല്ലേ. അപ്പോൾ ടാറ്റാ ബൈ, സീ യു.